നമസ്കാരം ട്രേഡേഴ്സ്. ഇന്ന് നമ്മളൊരു ചെറിയൊരു യാത്ര പോവുകയാണ്. യാത്ര എങ്ങോട്ടാണ്? കോഴിക്കോടിലേക്കാണ് യാത്ര. എന്തിനാണ് യാത്ര? നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നമുക്കവിടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ട്രെയിനിങ് നടത്താറുണ്ട്. അപ്പോൾ ആ ഒരു ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ കോഴിക്കോടിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കോട് വെച്ച് നടത്തുന്ന 40ാമത് ട്രെയിനിങ് ആണ്. അപ്പോൾ ഇത്രയും നാൾ നിങ്ങളെ കൊണ്ടുപോയിട്ടില്ല, ഇന്ന് എന്തുകൊണ്ട് കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഉത്തരം, ഇത്രയും നാൾ നമ്മൾ വളരെ വിരസമായിട്ട് കാറിലൂടെയാണ് യാത്ര നടത്തിയിരുന്നത്. ഇന്നത്തെ യാത്രയുടെ ഒരു പ്രത്യേകത, ഇന്ന് നമ്മൾ പോകുന്നത് വന്ദേ ഭാരതിലാണ്. വന്ദേ ഭാരത് ട്രെയിൻ നമുക്ക് കാണാം. കൂടാതെ ഞാൻ അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കാണാം. അപ്പോൾ നമുക്ക് നേരെ യാത്ര പോകാം. മാർച്ച് 2-നാണ് കേട്ടോ ഞാൻ ഈ യാത്ര പോകുന്നത്. അതിരാവിലെ തന്നെയാണ് ഞാൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് ഫ്ലാറ്റിൽ താഴെ തിരക്കുകളൊന്നുമില്ല. ഇത്രയും കാലം നമ്മൾ കോഴിക്കോട് പോയിട്ടുള്ളത് നമ്മുടെ കാറിൽ തന്നെയായിരുന്നു. അപ്പോൾ ഈ തവണ കാർ ഒഴിവാക്കി. അപ്പോൾ നമുക്ക് ഊബർ ഒന്ന് ബുക്ക് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ ഊബർ എത്തിയിട്ടുണ്ട്. ഊബറിൽ ഞാനെപ്പോൾ കയറിയാലും ഡ്രൈവർ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കും. അവർ വളരെ സ്ട്രെസ്സായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിതിലൊക്കെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് കുറച്ച് റിലാക്സ്ഡ് ആവും. ഈ ബ്രിഡ്ജിൻ്റെ തൊട്ട് അപ്പുറം കാണുന്നതാണ് ബ്രഹ്മപുരം പ്ലാന്റ്. കൊച്ചിയിൽ ഏകദേശം ഒരു 2 ആഴ്ചയോളം പുക ശല്യം ഉണ്ടാക്കിയ ഒരു പ്ലാന്റ് വാർത്തകളിലെല്ലാം തന്നെ വളരെയധികം ഇടം പിടിച്ചു. ഇതേ സ്പോട്ടിൽ തന്നെയാണ് HPCLൻ്റെയും IOCLൻ്റെ എല്ലാം തന്നെ പ്ലാന്റ് ഉള്ളത്. കേരളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പെട്രോ കെമിക്കൽ പ്രൊഡക്റ്റുകളും ഇവിടെ നിന്നാണ് ഡെലിവർ ചെയ്യപ്പെടുന്നത്. അങ്ങനെ നമ്മൾ വൈറ്റ്ല സിഗ്നലിലെത്തി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു സിഗ്നലാണ് വൈറ്റ്ല സിഗ്നൽ. അങ്ങനെ നമ്മൾ വൈറ്റ്ല പിന്നിട്ട് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. വൈറ്റ്ല ഓവർബ്രിഡ്ജിന് മുകളിലൂടെ മെട്രോയെല്ലാം തന്നെ സർവീസ് ഇപ്പോൾ നടത്തുന്നുണ്ട്. ഈ ഒരു റോഡ് വളരെയധികം പ്രാധാന്യമുള്ളൊരു റോഡാണ്. കാരണം മലയാള മനോരമയുടെ ഹെഡ് ഓഫീസും എല്ലാം തന്നെ ഇവിടെയാണുള്ളത്. മനോരമ ജംഗ്ഷൻ എന്നാണ് ഈ ഒരു ജംഗ്ഷനെ പറയുന്നത്. കൂടാതെ തന്നെ നമ്മളെ സിനിമാ നടൻ മമ്മൂക്കയുടെ വീടും ഈ ഒരു ഭാഗത്താണ്. ഈ മമ്മൂക്കയുടെ വീടൊക്കെ കാണാനായിട്ട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകളെല്ലാം തന്നെ ഈ ഒരു അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒക്കെ പരിസരത്ത് എപ്പോഴും വരാറുണ്ട്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിലെല്ലാം തന്നെ പുതിയ ബിൽഡിങ്ങിൻ്റെ ഒക്കെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷം എറണാകുളം റെയിൽവേ സ്റ്റേഷൻ വളരെ മികച്ച ഒരു റെയിൽവേ സ്റ്റേഷനായിട്ട് മാറും. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ നെറ്റ്വർക്കാണ് ഇന്ത്യയുടേത്. ഇപ്പോഴുള്ള ആ ഒരു സൗകര്യം 3 ഇരട്ടി വർദ്ധിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റോക്കുകളെല്ലാം തന്നെ ഇനിയും റാലി ചെയ്തേക്കാം. ഈ ഒരു ട്രെയിൻ പോകുന്ന കാണുന്നത് തന്നെ വളരെയധികം ഭംഗിയാണ്. കാരണം ഈ ആനേനെ കാണുന്നാലും ഈ ഒരു ട്രെയിൻ കാണുമ്പോഴും എത്ര തവണ കണ്ടാലും നമുക്ക് മതി വരില്ല. നല്ല ഭംഗിയിലാണ്, വളരെ ലെങ്തി ആയിട്ടാണ് റെയിൽവേ. എല്ലാ ആളുകളും വീണ്ടും എത്ര ട്രെയിൻ പോയാലും ഓരോ ട്രെയിനെ കൗതുകപൂർവ്വമാണ് നോക്കുന്നത്. വന്ദേ ഭാരത് സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു കൃത്യമായ ആ ഒരു പൊസിഷനിൽ ഞാൻ നിൽക്കുകയാണ്. ഞാനും എൻ്റെ കൂടെയുള്ള എല്ലാ ആളുകളും വന്ദേ ഭാരത് ട്രെയിൻ വരാനായിട്ട് വളരെയധികം വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അകലെ നിന്ന് വന്ദേ ഭാരതിൻ്റെ ഒരു വരവ്, വളരെ രാജകീയമായ ഒരു വരവ്. വന്ദേ ഭാരത് ഇപ്പോൾ കേരളത്തിൽ ഇത്ര അധികം സർവീസ് നടത്തിയെങ്കിൽ കൂടിയും ഓരോ തവണയും വളരെ പുതുമയാർന്ന ഒരു കാഴ്ചയോടെ കൂടിയിട്ടാണ് അവിടെയുള്ള എല്ലാ ആളുകളും നോക്കിക്കാണുന്നത്. കാരണം എല്ലാ ആളുകളും ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. ഈ ഒരു വന്ദേ ഭാരത് വന്ന് ഫാമിലീനെ അറിയിക്കുന്നുണ്ട്. കാരണം ഇത്ര അധികം വന്ദേ ഭാരത് ഇവിടെ സർവീസ് നടത്തിയിട്ടും ഇപ്പോഴും അതിൻ്റെ ഒരു പ്രസക്തി, അതിൻ്റെ ഒരു പ്രാധാന്യം, അതിലേക്കുള്ള ഒരു ഇഷ്ടം ആളുകൾക്ക് ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്നതിനേക്കാളും വളരെയധികം ഭംഗിയാണ് വന്ദേ ഭാരത് നേരിട്ട് കാണാനായിട്ട്. കൂടാതെ തന്നെ ഇതിൻ്റെ സൈഡിൽ ബോഗി നമ്പർ ഇലക്ട്രോണിക് രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം എളുപ്പമാണ് നമ്മുടെ ബോഗി കൃത്യമായിട്ട് നമുക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ബോഗി ഞാൻ ലക്ഷ്യമാക്കി നിന്നു. വളരെ സാവധാനം ട്രെയിൻ നിന്നു. കുറച്ച് സമയമുള്ളൂ, 3 മിനിറ്റേ ഉള്ളൂ. എങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ കയറാനൊക്കെ ആയിട്ട് പറ്റും. അങ്ങനെ നമ്മൾ വന്ദേ ഭാരതിൻ്റെ അകത്തേക്ക് കയറാണ്. ഒരു എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ എല്ലാം തന്നെ ഉൾവശം എങ്ങനെയാണ് ഇരിക്കുക, അതുപോലെ തന്നെയാണ് വന്ദേ ഭാരതിൻ്റെ ഉൾവശം. നല്ല ലൈറ്റിങ്. എല്ലാ ആളുകളും അവരവരുടെ സീറ്റ് കണ്ടുപിടിക്കാനായിട്ട് നോക്കുകയാണ്. കൃത്യമായിട്ട് സീറ്റ് നമ്പറൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സീറ്റിൽ വാട്ടർ ബോട്ടിലും ഉണ്ട്, പേപ്പറും ഉണ്ട് കേട്ടോ, ന്യൂസ് പേപ്പറും ഉണ്ട്. വളരെ മികച്ചൊരു ലെഗ് സ്പേസാണ് വന്ദേ ഭാരതിലുള്ളത്. നമുക്ക് ലെഗ് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഹാൻഡിലുണ്ട്, പെഡലുണ്ട്.
വളരെ മികച്ച ഒരു ലെഗ് സ്പേസ്. രണ്ട് സീറ്റും തമ്മിൽ വളരെ നല്ല ദൂരമുണ്ട്. എല്ലാ ആളുകളും അവരവരുടെ ബാഗുകളെല്ലാം തന്നെ വെക്കുന്നുണ്ട്. ബാഗൊക്കെ വെക്കാനായിട്ട് കൃത്യമായിട്ട് വളരെ അധികം സ്പേസ് രണ്ട് ഭാഗത്തും ഉണ്ട്. ഒരു 100 പേരാണ് ഒരു ബോഗിയിൽ ഉണ്ടാകുക. ഒരു ബോഗിയിൽ നിന്ന് മറ്റൊരു ബോഗിയിലേക്ക് ഡോറുണ്ട്. കൃത്യമായിട്ട് നമുക്ക് തെറ്റിപ്പോവാണെങ്കിലും കുഴപ്പമില്ല, അടുത്ത ബോഗിയിലേക്കൊക്കെ കടക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെ ട്രെയിൻ പതിയെ മുന്നോട്ട് നീങ്ങി. എല്ലാ ആളുകളും അവരവരുടെ ബാഗുകളെല്ലാം തന്നെ വെച്ച് സെറ്റിലായി. പരസ്പരം സംസാരിച്ചിരിക്കുന്നുണ്ട്, പരസ്പരം കുശലങ്ങൾ പറഞ്ഞിരിക്കുന്നുണ്ട്. പേപ്പർ എടുത്തു, പേപ്പറുണ്ട്, നമുക്കൊരു കുടിക്കാനായിട്ടൊരു വെള്ളമുണ്ട്, പേപ്പറും ഉണ്ട്. ഇതാണ് ഫുഡ് വെക്കുന്ന ഒരു സ്പേസ്. നല്ല സ്പേസാണ്. ലാപ്ടോപ്പ് വെക്കാം, മൊബൈൽ വെക്കാം, ഭക്ഷണം കഴിക്കാം, പേപ്പർ വെക്കാം. ഇത് കൃത്യമായിട്ട് ലോക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. മുകളിൽ ഒരു ഹുക്ക് അത് നമുക്ക് ഹുക്ക് ചെയ്യാം, അപ്പോൾ താഴേക്ക് വരില്ല. നല്ലൊരു ലെഗ് സ്പേസാണ് എന്നെ ഇതിൽ വളരെ നല്ല രീതിയിൽ ആകർഷിച്ചത്. ട്രെയിൻ മുന്നോട്ട് വീണ്ടും പോവുകയാണ്. ഇടയ്ക്ക് ഞാൻ മുകേഷ് കഥകൾ യൂട്യൂബിൽ പ്ലേ ചെയ്തു. പുറത്തേക്കുള്ള കാഴ്ചകൾ കണ്ടു നിന്നു. ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഏകദേശം ഒരു 8:30 നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു കൃത്യമായൊരു സ്പേസ് കാണാനായിട്ട്. കണ്ടോ, നല്ലൊരു സ്പേസാണ്. 2 സീറ്റുകൾ തമ്മിൽ നല്ലൊരു സ്പേസ് ഉണ്ട്. എന്നെ തൊട്ടിപ്പുറമൊന്നും ആളുകളൊന്നും ഇല്ല. രാവിലെ തന്നെ കുറച്ച് ആളുകളാണ് ഇതിലുള്ളത്. എല്ലാ ആളുകളും മ്യൂസിക് കേൾക്കുന്നുണ്ട്, ചില ആളുകൾ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. ഞാൻ യൂട്യൂബും കണ്ട് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. ട്രെയിൻ വീണ്ടും മുന്നോട്ട് പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ TTR അകലേന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ടിക്കറ്റ് മൊബൈലിൽ നിന്ന് അദ്ദേഹത്തെ കാണിക്കാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അദ്ദേഹം എല്ലാ ആൾക്കാരുടെ അടുത്തും കുശലങ്ങളെല്ലാം തന്നെ പറഞ്ഞ് പതിയെ വരികയാണ്. ട്രെയിൻ വീണ്ടും മുന്നോട്ട് പോകുകയാണ്. നല്ല വിശപ്പുണ്ട്, ഫുഡിനായിട്ട് കാത്തിരിപ്പാണ്. വളരെ താമസിയാതെ തന്നെ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി. ഓരോ സീറ്റിലും അദ്ദേഹം ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഊഴത്തിന് വേണ്ടിയിട്ട് പതിയെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവസാനം നമുക്ക് ഫുഡ് എത്തി. ഇതുപോലെയുള്ള പാക്കറ്റ് 3 പാക്കറ്റാണുള്ളത്. ആദ്യ പാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൽ ഉപ്പുമാവാണുള്ളത്. വീണ്ടും ഇനി ഓപ്പൺ ചെയ്യാനായിട്ട് കുറച്ച് പാക്കറ്റുകളുണ്ട്. വീണ്ടും ഞാനൊരു പാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതെന്താണെന്ന് ഒരു കൗതുകം ഉണ്ടായിരുന്നു. ഓപ്പൺ ചെയ്തപ്പോൾ മനസ്സിലായി അതൊരു സ്വീറ്റാണ്. സ്വീറ്റ് ഞാൻ പൊതുവേ കഴിക്കാറില്ല. വീണ്ടും അടുത്ത പാക്കറ്റ് ലക്ഷ്യമാക്കി ഞാൻ നോക്കി. അത് ഓപ്പൺ ആക്കണതിന് മുമ്പ് എനിക്ക് മനസ്സിലായി അതൊരു വടയാണ്. നല്ല സ്മെല്ലുണ്ടായിരുന്നു. അത് ഓപ്പൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം വീഡിയോ ഷൂട്ട് ചെയ്യുകയും ഇത് ഓപ്പൺ ചെയ്യുകയും ചെയ്യുന്നത് വളരെ വലിയൊരു ടാസ്ക് തന്നെയാണ്. വീണ്ടും അത് ഓപ്പൺ ചെയ്തു. ഇനിയും 2 പാക്കറ്റ് ഉണ്ട്. അത് സാമ്പാറാണെന്ന് മനസ്സിലായി. സാമ്പാർ താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. പയറാണെങ്കിൽ ബെറ്റർ ആയിരിക്കും, വേസ്റ്റ് കുറയും. ഒരു ബിസ്ക്കറ്റ് പാക്കറ്റും ഉണ്ട്. അതും പതിയെ ശ്രമകരമായിട്ട് ഞാനത് ഓപ്പൺ ചെയ്തു. അവസാനം ഇതിനോടൊപ്പം തന്നെ ഒരു കവറുണ്ട്. ഇതിൽ ടിഷ്യൂ ഉണ്ട്, സ്പൂണുണ്ട് നമുക്ക് കഴിക്കാനായിട്ട്. കൈകൊണ്ട് കഴിക്കേണ്ട കാര്യമില്ല. അവസാനം ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങി. കോഴിക്കോട് എത്താൻ ഇനിയും ഒരുപാട് സമയമുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ മാർക്കറ്റ് ഔട്ട്ലുക്കിൻ്റെ ഡേറ്റാസ് എല്ലാം തന്നെ കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വന്ദേ ഭാരത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ ഒരു ഭംഗി നമ്മൾ കാത്തു സൂക്ഷിക്കുക. കാരണം ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ചില ആളുകളെല്ലാം തന്നെ ഫുഡ് സീറ്റിലൊക്കെ ബിസ്ക്കറ്റൊക്കെ ഇടുന്നത് കണ്ടു. അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ കൃത്യമായിട്ട് ഇതെപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അടുത്ത പാസഞ്ചറിന് നമ്മൾ കയറുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീല് കൊടുക്കേണ്ട ബാധ്യത നമുക്കാണ്. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു.